പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഷിബി വർഗീസ്. ഞാനിപ്പോൾ ദുബൈയുടെ പ്രദേശത്തായിരിക്കുന്നു. കർത്താവിൽ ക്രിസ്തുയേശുവിൽ എല്ലാവരോടുമുള്ള ദൈവവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ പ്രഭാതകാലം ദൈവത്തിന്റെ സാക്ഷിയായി ഇരിപ്പാൻ ദേവദാസന്മാരുടെയും മുന്നിൽ നിൽപ്പാൻ തക്കണം കർത്താവ് പച്ചിനൊരുക്കിയ സാവകാശത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും പറയാം എന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിന് അനേക തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ സാക്ഷ്യം ചുരുക്കമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ പാസ്റ്റർ വൈഫ് രമയുടെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ രമ, മിനി, ഷിബി, ഞങ്ങൾ 3 പേരും അവിടെ ഒരുമിച്ച് ഞങ്ങളുടെ ചർച്ചിൽ ഒന്നിച്ചായിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്ന് ഞങ്ങൾ വിവാഹത്തോടാണ് ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തേക്കായത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ, അനുഭവിപ്പാൻ ദൈവമൊക്കെ വലിയ കർത്താവ് പശു ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുവാൻ, എങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങൾ അരുണാചലിലായിരുന്ന സമയത്ത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്, ക്രിസ്തീയ മർത്തോമ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞിരുന്നാലും ക്രിസ്തു ആരെന്നോ എന്തെന്നോ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ മമ്മി നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും എൻ്റെ പപ്പ ദൈവമില്ല എന്നും നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്, അല്ലാതൊരു ദൈവമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് ഉടമയായിരുന്നു പപ്പ. അങ്ങനെയാണ് ഞാനും വളർന്നു വന്നത്. എൻ്റെ വീട്ടിൽ തന്നെ പറയാനാണെങ്കിൽ ക്രിസ്ത്യാനി മർത്തോമ പാരമ്പര്യം പറയാനുണ്ടെങ്കിലും എൻ്റെ പപ്പൻ 9 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ നമ്മളുടെ എന്തായിരുന്നു എന്നുള്ളത്, ക്രിസ്തീയ കാഴ്ചപ്പാടും ക്രിസ്തീയ പാരമ്പര്യവും എന്തായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു ശാപം പിടിച്ച കുടുംബമായിരുന്നു എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് കർത്താവ് പച്ചനെ വിളിച്ചു വേർതിരിച്ച കൃപയ്ക്കായി സ്തോത്രം. അതിന് ഒരു മുഖാന്തരം ഈ രമയുടെ മാമിയായിരിക്കുന്ന ഒരു രമയുമുണ്ട്. ഞാൻ അവിടെ അരുണാചൽ പ്രദേശിൽ 1994 എൻ്റെ PDC പഠനത്തിന് ശേഷം 1994 എൻ്റെ പഠനത്തിന് ശേഷം നേഴ്സിംഗിന് അഡ്മിഷനായിട്ടാണ് അരുണാചൽ പ്രദേശിലേക്ക് പപ്പ അവിടെ വർക്ക് ചെയ്യുകയായിരുന്നു, പപ്പയുടെ കൂടെ പോകുന്നത്. അവിടെ ചെന്നു. പിന്നെ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടേണ്ട സമയമായപ്പോൾ ആ സമയം കഴിഞ്ഞു പോയി. ഇനി 6 മാസം കഴിഞ്ഞ് അടുത്ത അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അഡ്മിഷൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് ആ 6 മാസം അവിടെ നിൽക്കാം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കാരണം അന്ന് അരുണാചലിൽ നിന്ന് കേരളത്തിലേക്ക് പോകണമെങ്കിൽ 13 ദിവസം ട്രെയിൻ യാത്ര ചെയ്തെങ്കിലേ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് പെൺകൊച്ചല്ലേ, ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, പപ്പ കയറി വന്നതേ ഉള്ളൂ, എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് കണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ടൈപ്പ് ഷർട്ടനൊന്നും പഠിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പോൾ അവിടെയുള്ള ഒരു അനിൽ എന്ന് പറഞ്ഞൊരാള്, ചേട്ടൻ ഗൾഫിൽ പോകാൻ വേണ്ടി ജോലി കിട്ടി പോകുന്നത് കൊണ്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നും ഒരു എക്സ് മിനിസ്റ്ററുടെ ഓഫീസിൽ, അങ്ങനെ അവിടെ ഞാൻ ജോലിക്ക് കയറുവാനിടയായി. ടൈപ്പ് അറിയില്ലെങ്കിലും ആ ചേട്ടൻ പറഞ്ഞു തന്നത് വെച്ച് ഇലക്ട്രോണിക് ടൈപ്പ് മെഷീൻ ആയിരുന്നു, അതിൽ ടൈപ്പ് ചെയ്തു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തെ അറിയുവാൻ മുഖാന്തരം എന്ന് പറയുന്നത്, അവിടെ ജോലി ചെയ്തു. അതിനുശേഷം 17 വയസ്സേ ഉള്ളൂ, 18 വയസ്സായിട്ടില്ലാത്തത് കൊണ്ട് ജോലി ആ സമയത്ത് റെഗുലർ ആകുകയില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ബന്ധക്കോസുകാരെന്താണെന്നോ ഏതാണെന്നോ അറിയില്ല. ബന്ധക്കോസുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചിന്താഗതി, ഞങ്ങളുടെ അവിടോട്ടൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് കലക്ക വെള്ളത്തിൽ മുക്കാൻ വരുന്നവരെന്നാണ്. അല്ലാതെ ബന്ധക്കോസ് എന്താണെന്നോ ബന്ധക്കോസ് അനുഭവം എന്താണെന്നോ പരിശുദ്ധാത്മാവ് എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അരുണാചലിൽ എനിക്ക് 17 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നേഴ്സിങ്ങിന് പോകണ്ട, കാരണം ജോലിയായല്ലോ. അപ്പൊ അവിടെ PWD ഡിപ്പാർട്ട്മെന്റിൽ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അണ്ടറിൽ ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി. അപ്പോൾ PWD ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി അപ്പം വേറെ ജോലിയുടെ ആവശ്യമില്ല, അങ്ങനെയുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അത് കഴിഞ്ഞ ഒരു സൂപ്രണ്ടന്റ് ഓഫീസിൽ ഒരു ലീവ് വേക്കൻസി, സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസി വരികയും അവിടെ ജോലിയിൽ പ്രവേശിപ്പാനിടയായി. അങ്ങനെ ഒരു പല നാളുകൾ പോയിരുന്ന ഒരു സമയത്ത് ഞാനും ഈ രമയുടെ, എൻ്റെ സുൽപാസ്റ്ററുടെ വൈഫ് രമയുടെ മാമി ഒരു രമയുണ്ട്, പുള്ളിക്കാരി ബന്ധക്കോസിൽ വന്ന ആളാണ്. അപ്പം പുള്ളിക്കാരി ബൈബിള് വായിക്കുന്നു, ഞാൻ ഇടമറുകിന്റെ ഒരു പുസ്തകം വായിക്കുന്നു. ഞങ്ങൾ പരസ്പരം ഒരു സീറ്റിലിരുന്നാണ്. അപ്പൊ രമചേച്ചി എന്നോട് പറയുവാനിടയെ, ഷിബി എന്തിനാ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്, ദൈവമില്ല എന്നുള്ള പുസ്തകം വായിക്കാതെ നിനക്ക് ബൈബിള് വായിച്ചുകൂടെ, ക്രിസ്തുവിനെ അറിയണം
എന്നൊക്കെ രമചേച്ചി എന്നോട് എന്താ പറയുന്നത്, എന്നെ ഉത്സാഹിപ്പിക്കാൻ തുടങ്ങി, പ്രബോധിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രമചേച്ചിയോട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: നിങ്ങള് പിന്നെ കാശ് മേടിച്ച് ബന്ധക്കോസിൽ പോയവരല്ലേ, കാശിന് വേണ്ടി ബന്ധക്കോസിൽ പോയവരുടെ വാക്കുകൾ കേൾക്കേണ്ട, ഞങ്ങൾ ജന്മനാ ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങൾക്ക് ഇനിയും കൂടുതലൊന്നും അറിയാനില്ല, നിങ്ങൾ അറിയേണ്ടത് അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് രമചേച്ചിയെ കളിയാക്കുവാനിടയായി. അപ്പൊ എന്നാലും രമചേച്ചി വീണ്ടും എന്നോട് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം അവിടെ ഒരു പൂജ, എനിക്ക് 5 ദിവസം അവധി വരുന്നതിന്റെ തലേന്ന് രമചേച്ചി ഈ പറഞ്ഞതുപോലെ വീണ്ടും എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്യം പറഞ്ഞു. 50 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. യഹോവയെ മറക്കുന്നവർ ഇത് ഓർത്തുകൊള്ളുവീൻ, എല്ലാം ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്നൊരു വാക്യം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ നിങ്ങളുടെ ദൈവം കീറിക്കളയുന്ന ദൈവമാണോ? അപ്പൊ അവിടെ നിന്ന് ഞാൻ ക്രിസ്തുവും കൃഷ്ണനും ഒന്നാണെന്ന് രമചേച്ചിയുടെ മുന്നിൽ സമർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ രമചേച്ചി ബുദ്ധിപൂർവ്വം പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഷിബി, ഞങ്ങളുടെ ഒരു ദേവദാസൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഫിന്നി സ്റ്റീഫൻ സാമുവൽ എന്നാണ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ഷിബിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ പെന്തക്കോസ്തിൽ ചേരാനല്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാനോ മാനസാന്തരപ്പെടുവാനോ ഒന്നുമല്ല, ഇവരോടൊന്ന് തർക്കിച്ച് ക്രിസ്തുവും കൃഷ്ണനും ഒന്നാണെന്ന് ഇവരുടെ മുന്നിൽ നിന്ന് സമർത്ഥിക്കണം, ആ ഒരു ആഗ്രഹത്തോടുകൂടി ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് ആ ഒരു വെല്ലുവിളി പോലെ അത് ഏറ്റെടുത്ത് ഇവരുടെ കൂടെ അന്ന് വൈകിട്ട് ഇവര് അച്ചാമ്മേന്റെ നാഹർലങ്ങളിൽ, ഇറ്റാനഗറിൽ നിന്ന് നാഹർലങ്ങളിൽ അച്ചാമ്മേന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ രമ എന്റെ കൂട്ടുകാരിയാണ്, പാസ്റ്റർ വൈഫ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് കടന്നുപോയി. അവിടെ നിന്ന് ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ, ദൈവം കാലാകാലങ്ങളിൽ തനിക്കുള്ളവരെ ചേർക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ വഴികൾ, ദൈവം നടത്തുന്ന ഓരോ വിധങ്ങൾ ഓർത്താൽ ഇപ്പോൾ അത് വളരെ യാദൃച്ഛികമായിരുന്നില്ല, ദൈവം എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉരുവായതാണ്. അന്ന് ഞങ്ങൾ അവിടെ കടന്നുപോയി. അന്ന് വൈകിട്ട് നടന്നൊരു മീറ്റിംഗിൽ, ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആയിരുന്നു. ഞാനും കുറച്ചു പേരുണ്ട്, അതിനകത്ത് എന്നെ സതിച്ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നതുകൊണ്ടും എന്നോട് ആ ദേവദാസൻ ചോദിച്ചു, ഫിനിബയെ എന്നോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? എനിക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി സിസ്റ്റർ എണീറ്റിട്ട് അകത്തോട്ടിരുന്നു, ഞങ്ങൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അകത്തെ റൂമിലേക്ക് മാറ്റി. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇവിടെ സംഭവിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു, ഇതെന്താണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ആ ഡെലിവറൻസ് ശുശ്രൂഷയിൽ എന്നോട് സുവിശേഷം പറഞ്ഞ രമചേച്ചിക്കുള്ള ഒരു വിടുതലാണ് അവിടെ നടന്നത്. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ പലവിധ ചിന്താഗതികൾ ഉണ്ടായി. പിറ്റേന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു, ഇവരോട് ഇനി ഞാനൊന്നും സംസാരിക്കുന്നോ എടുക്കുന്നോ ഇല്ല, എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പക്ഷെ ഈ രമചേച്ചി പ്രാർത്ഥിക്കുന്നത് കേട്ട് ഒരു വാക്ക് ഇത്ര മാത്രം ഞാൻ പറഞ്ഞു, കർത്താവെ അനുഗ്രഹിക്കണമേ. ഇത്രയും പറഞ്ഞ സമയത്ത് എന്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവം എന്താന്ന് വെച്ചാൽ, ഫിന്നിബയ്യ എന്നോട് ആലോചന പറയുവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, ഞാൻ 7ാം മാസം എന്റെ മമ്മിയുടെ ഉദരത്തിൽ നിന്ന് കക്കൂസിലേക്ക് പോയൊരു വ്യക്തിയാണ്. അന്ന് അവിടെ നിന്ന് എന്നെ വലിച്ചെടുത്ത് കമ്പിളിയിൽ പൊതിഞ്ഞു വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് മരുന്ന് വരുത്തി എനിക്ക് ജീവൻ നൽകി, എന്ന് വെച്ചാൽ എന്റെ ജീവൻ നിലനിർത്തിയതാണ് അത്. പക്ഷെ ഈ ദേവദാസൻ എന്നോട് പറയുന്ന ഒരു കാര്യം, മകളെ അന്ന് എന്ന് വെച്ചാൽ മമ്മിയുടെ ഉദരത്തിൽ നീ ഉരുവാകുമ്പോൾ തന്നെ നിന്നെ തരത്തിലെന്ന് വാദിച്ച് നിന്നിടത്തു നിന്ന് നിന്നെ രക്ഷിച്ചത് ഞാനാണ് എന്ന് പറയാൻ നടന്ന സംഭവം അതുപോലെ അദ്ദേഹം ഒരു ആലോചന പോലെ പറയുകയും, അത് കഴിഞ്ഞ് എന്നെ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പേപ്പട്ടി കടിച്ചു, 14 പേര് കടിച്ചതിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഉള്ളൂ, അത് ഞാനാണ്. അത് കഴിഞ്ഞ് എന്നെ വണ്ടി ഇടിച്ചു. ആ വണ്ടി ഇടിച്ച് യഥാർത്ഥത്തിൽ അന്നൊരു മണ്ണിടിയൽ ദുരന്തം ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേർക്ക് അംഗവൈകല്യങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ച സമയത്ത്, പക്ഷെ ഈ വാഹനം ഇടിച്ചിട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ എണീറ്റ് നടക്കുന്ന ഒരു വ്യക്തി എന്ന് അന്നും, പക്ഷെ കാലം 2ആയി മുറിഞ്ഞു പോയി. അത് പിന്നെ ചേർത്ത് വെച്ച് കെട്ടിയൊക്കെ എങ്ങനെയോ ദൈവം ഒരു വൈകല്യവും ഇല്ലാതെ, എനിക്ക് ഒരു അംഗഹീനവും പറ്റാതെ ദൈവം എന്നെ കാത്തു. ഈ ആലോചനകളൊക്കെ ഈ ദേവദാസൻ പറയുവാൻ തുടങ്ങി. എന്റെ പപ്പ മദ്യപാനിയായിരുന്നു, പപ്പയും ഞാനോടുള്ള ജീവിതം ഭയങ്കര ദുസ്സഹമായിരുന്നു. കാരണം പപ്പ കള്ളു കുടിച്ചിട്ട് വരും, എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും, ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ആ സമയത്താണ് എനിക്ക് ജീവിക്കണ്ട എന്ന് പോലും തോന്നിയ ചില അവസരങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ഫിന്നിബയെ
പ്രവചനമായി പറയുവാൻ തന്നെ. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എനിക്കെന്ന് പ്രവാചകനെന്നോ പ്രവാചികയോ എന്നൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന ഇടയൻ, ഇടയാത്തി, കണിയാൻ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഈ ദേവദാസൻ എന്താ, ഇയാൾ എന്താ ഇടയനാണോ, ഇയാൾ എന്താ കണിയാനാണോ? അപ്പൊ അതേപോലെ ഫിനിബയെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഈ ഫിനിബ് സ്റ്റീഫൻ പാസ്റ്റർ പറയുവാൻ തുടങ്ങി. അപ്പോൾ എന്റെ മനസ്സിന്റെ ചിന്താഗതി, ഈ മനസ്സിൽ പോലും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പൊ എനിക്കൊരു വല്ലാത്ത ഭയം പിടിക്കപ്പെട്ടു. വല്ലാത്ത ഭയത്താൽ ഞാൻ നിറഞ്ഞു. ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ കണ്ടതാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടതാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ എന്റെ ഒരു അച്ചാച്ചൻ, ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ മർത്തമ്മയിലെ ഒരു അച്ചാച്ചനാണ്, മമ്മയുടെ ചേട്ടത്തിയുടെ മോൻ. അച്ചാച്ചൻ എന്നോട് പറയും, രമ്യ പ്രവാചനെ പോലെ നിന്നെ കണ്ടതാണ് മോളെ, നീ എവിടെ പോയാലും നീ ദൈവത്തിനുള്ളവളാണെന്നൊരു വാക്ക് എന്നോട് ഈ അച്ചാച്ചൻ പറയാൻ തുടങ്ങി. അച്ചാച്ചന്റെ വീട്ടിലും ആരും അത്രത്തോളം ദൈവത്തെ അറിയുന്നവരല്ല. എങ്കിലും ഈ അച്ചാച്ചൻ ധ്യാനത്തിന് പോയോ എങ്ങനെയോ ഈ അച്ചാച്ചൻ എന്നോട് ഇത് പറയുവാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ ശരി ആയിക്കോട്ടെ, ഞാൻ വരവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത്. ഈ വചനം തന്നെ ഫിനിബയെയും പറഞ്ഞു. അപ്പോൾ എന്റെ മനസ്സിൽ ഇത് പെട്ടെന്ന് ക്ലിക്കായി. പക്ഷെ എനിക്ക് വചനമൊന്നും ആ സമയത്ത് അറിയില്ല, ഒരു വചനവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് വേറൊരു മേഖലയിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്രിസ്തു എന്തെന്നോ ഏതാണോ, ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല. വല്ല കാലത്തും വല്ല പള്ളിയിൽ പോയാൽ തന്നെ ജസ്റ്റ് പോയി കടന്നു വന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ആ ആ സമയത്താണ് ഈ ദേവദാസൻ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എന്നെ എങ്ങനെയും വണ്ടി കയറ്റി, എനിക്ക് പോയി വരാനും അറിയില്ല, അപ്പൊ എന്നെ വണ്ടി കയറ്റി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വിടണം. ഞാൻ ടിക്കറ്റ് എടുത്തു, ഇറ്റാനഗറിന് ടിക്കറ്റ് എടുത്തു, ഇവർ പപ്പുന്നളയ്ക്കും ടിക്കറ്റ് എടുത്തു, ചർച്ചിലേക്കും. പക്ഷെ എനിക്കറിയില്ല, യാന്ത്രികമായി അവിടെ വന്നപ്പോൾ ഞാൻ ഇറ്റാനഗറിന് പോകുന്നത് മറന്ന് ഇവരുടെ കൂടെ എവിടെ ഇറങ്ങി ചർച്ചിൽ കടന്നുപോയി. അവിടെ ഒരു 5 ദിവസവും ഫാസ്റ്റിംഗ് പ്രെയർ ആണ് നടക്കുന്നത്. ആ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഞാൻ ഇവരോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനു ഇവിടെ ഇറങ്ങി, എനിക്ക് പോകാൻ എടുത്തില്ല. അപ്പൊ ഇവര് ഒരു കാര്യം ചെയ്യും, ഷിബി ഉച്ചയ്ക്കത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി കയറ്റി ഇവിടെ, ഷിബി വാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെന്നിരുന്ന ഏറ്റവും പുറയിലാണ് ഇരുന്നത്. പുറയിലിരുന്ന അന്നത്തെ ദിവസം ഈ ദേവദാസനായിരുന്നു, ഫിനിസ് സ്റ്റീഫൻ പാസ്റ്റർ ആയിരുന്നു വചനം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വചനം ഒന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഭാഗം ഇതായിരുന്നു. ഡിട്രോണമി 28 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹങ്ങളും അതിനുശേഷമുള്ള ശാപങ്ങളെയും കുറിച്ചായിരുന്നു, ശാപങ്ങളും പാപങ്ങളെയും കുറിച്ചായിരുന്നു. അതിൽ ഒരു പാപബോധവും, ശാപം, നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം, നീ മാതാപിതാക്കളോട് എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം, ഇങ്ങനെ പല പാരമ്പര്യമായി വന്ന ശാപങ്ങള്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്, ശാപമാണ്. ഇങ്ങനെ അതിന്റെയൊക്കെ പുറകിൽ ഒരു ശാപം നമ്മളെ പിൻപറ്റുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്താണോ നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നടന്നിരുന്നത് അത് തന്നെയാണ് ഈ ദേവദാസൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ വായിൽ ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ ഒരു മനുഷ്യന്റെ മുന്നിൽ കരയുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു അതുവരെ. ആരുടെയും മുന്നിൽ കരയില്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കും, ഒരല്പം ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയം ഞാൻ വലിയവായിൽ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ തുടങ്ങി. എനിക്ക് പാപം എന്തെന്ന് മനസ്സിലാവുവാൻ തുടങ്ങി. ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വളരെ കരയുവാനും ദൈവസന്നിധിയിൽ എല്ലാവരോടും മാപ്പ് പറയാൻ, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കടയിൽ പോയവരോട് ഇല്ലന്റ് മേടിച്ച് ലെറ്റർ എഴുതി. ഞാൻ ആരോടൊക്കെ പാപം എന്ന് വെച്ചാൽ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ആരോടൊക്കെ വഴക്കിട്ടിട്ടുണ്ടോ, ആരോടൊക്കെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ ഒക്കെയും ഞാൻ ഏറ്റുപറഞ്ഞ് ലെറ്റർ എഴുതി എല്ലാവരോടും ക്ഷമ ചോദിക്കുവാനും ഒക്കെ ഇടയായി. അന്ന് എന്റെ ആ സമയത്ത് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ആ വചനം പറയുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാലും പരിശുദ്ധാത്മാവ് നൽകി തരും, കർത്താവിനോട് ചോദിച്ചാൽ നൽകി തരും, നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. ആ വാക്യമാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുകും, അതോടൊപ്പം തന്നെ നന്മ എത്രയധികം നൽകും എന്നൊരു വാക്യം. പക്ഷെ അന്ന് എനിക്ക് ഈ വാക്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇതൊക്കെ ടച്ച് ചെയ്തു. അങ്ങനെയുണ്ടെങ്കിൽ പാപം ഏറ്റു പറഞ്ഞാൽ എനിക്കിത് കിട്ടുമെങ്കിൽ എനിക്കും ഇത് വേണം. ഈ പരിശുദ്ധാത്മാവ് ഇതൊരു സത്യമാണെങ്കിൽ സത്യം എനിക്കും അറിയണം. അപ്പൊ ആ ഒരു ഉത്ബോധത്തോടുകൂടി ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഒന്നാം ദിവസമായി, 2-ാം ദിവസമായി, 3-ാം ദിവസമായി, 4-ാം ദിവസമായി, 5-ാം ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ഇരുന്ന ദിവസമാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണമായ ഒരു മാനസാന്തരത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടു. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു.
പിടിച്ചു. അവരുടെ മുന്നിൽ ഏറ്റു പറഞ്ഞില്ല എങ്കിലും ഞാൻ എന്റെ ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞു. പൊതുവായി സഭയിൽ നിന്ന് പറയുമ്പോൾ ഞാൻ ഹൃദയത്തിൽ അത് ഏറ്റു പറഞ്ഞു. ദൈവത്തോട് ചോദിച്ചു ഒറ്റ ചോദ്യം, ഈ പരിശുദ്ധാത്മാവെന്ന് സത്യമാണെങ്കിൽ ഇത് എനിക്ക് ലഭിക്കണം, അങ്ങനെയെങ്കിൽ ഞാൻ സ്നാനപ്പെടും. ഇല്ല എങ്കിൽ ഇതൊക്കെ കള്ളമാണ്, ഇത് കലക്കവെള്ളത്തിൽ മുക്കൽ തന്നെയാണ്. കാരണം ഞാൻ ഇത് പറഞ്ഞതൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞു ദൈവസന്നിധിയിൽ നേരോടെ നടക്കുവാൻ ഞാൻ തീരുമാനിച്ചല്ലോ, എനിക്കും ഇത് നൽകപ്പെടണം. അങ്ങനെ ഞാൻ ഇവർ പറയുന്നത് പോലൊക്കെ പറയാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റിയില്ല. പരിശുദ്ധാത്മാ അത് ദൈവത്തിന്റെ വലിയൊരു കൃപ. അപ്പം ഞാൻ നോക്കിയപ്പോ കൈ അടിക്കാതിരിക്കുന്ന സതിച്ചേച്ചി വരെ കൈ അടിക്കുന്നു. അപ്പൊ ഞാൻ എനിക്ക് കൈ അടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ കണ്ണടച്ചു നോക്കുന്നു, കൈ അടിക്കാൻ നോക്കും. എന്റെ കണ്ണ് എത്ര അടച്ചാലും ഇച്ചിരി കഴിയുമ്പോൾ തുറന്ന് ഞാൻ എല്ലാരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറി. ഞാന് ഇത് തുറന്നു ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് അന്നത്തെ ഫെനിബയുടെ വചനം ഇതായിരുന്നു: നിർമ്മതരായിട്ട് ഉണർന്നെടുപ്പിൻ, ശക്തിപ്പെടുവീൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവീൻ, ശക്തി വേണ്ടുന്നവരൊക്കെ ശക്തി ഏറ്റെടുത്തുകൊള്ളുവീൻ എന്നുള്ള ഒരു വചനമായിരുന്നു. ആ സമയം ഞാൻ ദൈവത്തോട് കർത്താവേ സാധിച്ചും കൈ എനിക്ക് പറ്റുന്നു. ആ സമയം എന്റെ കണ്ണ് അറിയാതെ അടയപ്പെടുവാനും എന്റെ കൈ ശക്തമായി അടിക്കുവാനും തുടങ്ങി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഏറ്റവും പുറകിലാണ് എപ്പോഴും ഇരുന്നിരുന്നത്. ആ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന സമയം ഞാൻ മുന്നോട്ട് പോകുവാനോ എങ്ങനെയും എനിക്കറിയില്ല. എന്റെ കണ്ണ് തുറക്കുന്നില്ല. എനിക്ക് ഒന്നും അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്റെ കണ്ണ് തുറക്കാൻ ഞാൻ ശ്രമിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല. ഞാൻ നിൽക്കുന്നിടത്ത് നീങ്ങി ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാനും ഉണ്ട്. മറ്റുള്ളവർ ആരാധനയൊക്കെ കഴിഞ്ഞു, ഞാനും രമയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അന്യഭാഷ പറയുകയും രമ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലുണ്ട്, അത്രേ എനിക്കറിയാവൂ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആൾക്കാർ കുറെ സ്വർണമായിട്ടൊക്കെ അതുവഴിയൊക്കെ വന്നു. ഇത് ആരുടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ അല്ല. എന്നോടും വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ അല്ല, ആഭരണം എന്റെ അല്ല എന്ന് പറഞ്ഞു. എന്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോൾ രമയാണോന്നോ രമചേച്ചിയാണോ പറഞ്ഞു, അയ്യോ ഇത് ഷിബയുടെ കാരണം എന്റെ ദേഹത്ത് നിന്ന് സ്വർണം ഊരി മാറ്റാൻ ആരും എന്നോട് പറഞ്ഞിട്ടില്ല, അവിടെ അങ്ങനെ ഒരു ഉപദേശവും നടന്നിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല, ഇന്നും എനിക്കറിയാത്തൊരു സത്യമാണ്, ഈ ആഭരണം എങ്ങനെ എന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. ദൂതന്മാർ ഊരിക്കളഞ്ഞോ, ഞാൻ ഊരിക്കളഞ്ഞോ, പരിശുദ്ധാത്മാവ് ഊരിക്കളഞ്ഞോ, എനിക്ക് ഇന്നും അറിയാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ആഭരണം ഉപേക്ഷിച്ചു. ആഭരണം ഉപേക്ഷിക്കാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അത് ചെയ്തതായിട്ടും എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എന്റെ വളയും എല്ലാം ആഭരണങ്ങളെല്ലാം തന്നെ ഒടിഞ്ഞും ഒക്കെ ആയിട്ടാണ് കിട്ടിയത്. മാലയും കുരിശും മാത്രമേ ഉള്ളൂ നേരെ കിട്ടിയത്. അതും അവര് പറഞ്ഞത് കൊണ്ടാണ് എന്റെ ആണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് അത് എന്റെ ആണെന്ന് പോലും, കാരണം സ്വർണ്ണം ഒന്നും കണ്ട തിരിച്ചറിയില്ല, എന്റെ ദേഹത്ത് സ്വർണ്ണം ഉണ്ടെന്നോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അന്ന് ഞാൻ എന്നെ സ്വർണ്ണം അവിടെ ഉപേക്ഷിക്കുവാനിടയായി. ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതം, അഭിഷേകത്തിന് വലിയ നിറം എന്നിൽ ഉണ്ടാകുവാനിടയായി. അന്ന് ദൈവസന്നിധിയിൽ അതൊരു ഒക്ടോബർ 10 ആയിരുന്നു. അന്ന് ഞാൻ ഒക്ടോബർ 6 ഞാൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഒക്ടോബർ 10 ഞാൻ ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ചു. നവംബർ 22, 1997 അതേ വർഷം ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ ദൈവസഭയോട് ചേരുവാൻ ഇടയായി. ഇതിനിടയ്ക്ക് ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പപ്പ കൊല്ലുവാൻ വരെ വാക്കത്തി വരെ ഓങ്ങി നിന്നു. അതേസമയം ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു സാലിയാന്റിക്ക് അതേ ദർശനം ലഭിക്കുകയും ആന്റി എനിക്ക് വേണ്ടി ആ സമയം പ്രാർത്ഥിക്കുകയും പപ്പ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 5 വർഷത്തോളം ഞാൻ കേരളം കണ്ടിട്ടില്ല. എന്നെ വീട്ടിൽ രമയും അങ്ങനെയാണ് 8 വർഷത്തോളം നാട് കണ്ടതല്ല ആ സമയങ്ങളിൽ. അങ്ങനെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ എന്താ പറയുന്നത്, മാതാപിതാക്കൾ കളഞ്ഞാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഇടയായി. അങ്ങനെ 5 വർഷത്തോളം നാട്ടിൽ പോവാതെ, കാരണം വീട്ടുകാർക്ക് വേണ്ട, സ്നാനപ്പെട്ടവരെ വേണ്ട, പൊട്ടക്കള്ളത്തിയായി നടക്കുന്നവളെ വേണ്ട എന്നാണ് എന്റെ വീട്ടുകാർ പറഞ്ഞത്. എന്റെ അമ്മച്ചി പറഞ്ഞത് ഞാൻ ആരെയോ കണ്ടുവച്ചിട്ട് ബന്ധുക്കോസി അവള് അതിനുവേണ്ടി പോയതാണ് എന്ന് വെച്ചാൽ ഒത്തിരി അപവാദങ്ങളും ഒത്തിരി അപവാദങ്ങൾ കേട്ടു. ഒത്തിരി അപവാദങ്ങൾ, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപവാദങ്ങൾ ഒത്തിരി കേട്ടു.
നാട്ടിൽ കടന്നു പോകാതെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് PWD ഉണ്ടായിരുന്ന ആ ജോലി ആദ്യം വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം പറയാൻ ഞങ്ങൾ പോകുമായിരുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടുകാർ ഇനി ഇവളവിടെ ജോലിയൊക്കെ ഇല്ലാതെ നിൽക്കുകയാണ്, ഇവളെ കെട്ടിയിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞ് വീട്ടുകാർ വരുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറുടെ PA ആയിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം ജോലി തന്നു. അങ്ങനെ ഡയറക്ടറുടെ PA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചർച്ചകളിൽ എല്ലാ വർഷവും 40 ദിവസം ഉപവാസ പ്രാർത്ഥന, 21 ദിവസം ഉപവാസ പ്രാർത്ഥന, 7 ദിവസം 3 ദിവസം അനേക ദൈവദാസന്മാർ നാട്ടിൽ നിന്ന് കടന്നു വരുന്നു പോകുന്നു. ഈ ആരാധനയിലൊക്കെ ഞങ്ങൾ കടന്നു പോകുവാനും ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അന്ന് ഞങ്ങളെ തമാശ രീതിയിൽ പോലും, കാരണം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് എപ്പോഴും കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ എപ്പോഴും ഞാൻ മിനിയായാലും രമയായാലും ഞാനായാലും ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കണം അത്രത്തോളം. തീരെ നിസ്സാരം ഒന്ന് വെളിയിലോട്ട് സ്റ്റെപ്പ് വെച്ചൊന്ന് കടയിലോട്ട് പോകണമെങ്കിൽ കർത്താവെ പോകുന്നത് ദൈവഹിതമാണോ എന്ന് ചോദിച്ച് പോകേണ്ട, അങ്ങനെ പല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ചോദിച്ചിട്ട് ദൈവഹിതം അല്ലാതെ പോയാലും ദൈവഹിതം അല്ലാതെ പോയാലും അത് നന്നായി തെളിയിച്ചു തരുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് വിവാഹത്തോടെ രമയുടെ വിവാഹം കഴിഞ്ഞ് രമ പോയി. അത് കഴിഞ്ഞ് മിനിയുടെ വിവാഹം കഴിഞ്ഞ് മിനി ഇതായി. അത് കഴിഞ്ഞ് എന്റെ അച്ചാച്ചന്റെ എന്നോട് ഇടയ്ക്ക് 2003 എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. എന്റെ മമ്മി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. കാരണം എന്റെ ഒരു വിശ്വാസം, എന്റെ മമ്മിയും മമ്മി രക്ഷിക്കപ്പെട്ടതായിരുന്നു, പക്ഷെ സ്നാനപ്പെടുവാൻ മമ്മിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് ആയിത്തീരുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ അവിടെ വെളിപ്പെട്ടു. എനിക്ക് ദൈവിക സമാധാനം കിട്ടി. 2004 എന്റെ വിവാഹം സംബന്ധിച്ച് നാട്ടിൽ വന്ന് വിവാഹം കഴിഞ്ഞു. അച്ചച്ചന്റെ വിവാഹത്തിന് വന്നതാണ്, പക്ഷേ എനിക്ക് വിവാഹത്തോടൊന്നും, കാരണം മമ്മിയുടെ മരണം കഴിഞ്ഞതുകൊണ്ട് വിവാഹത്തോടൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം മമ്മിയാണ് എന്റെ വിവാഹത്തിന് ഒത്തിരി ആഗ്രഹിച്ചത്, നടന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി അത് വേണ്ട, ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി എന്നുള്ള നിൽക്കുമ്പോൾ എന്റെ ആങ്ങള ആത്മഹത്യാ ഭീഷണി എടുക്കുകയും ദൈവത്തെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹിതയായി. വിവാഹശേഷം ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നു. ഒരു മോളെ ദൈവം ദാനമായി നൽകി. അവളുടെ പേര് ബ്യൂല ആൻഡ് വർഗീസ് എന്നാണ്. അവള് ദാനമായി നൽകിയ സമയത്ത് ഓഗസ്റ്റ് 29-ാം തീയതി തുടങ്ങിയ പെയിൻ സെപ്റ്റംബർ 1 വരെ നിന്ന്. സെപ്റ്റംബർ 1-ാം തീയതി 12:20 ആയപ്പോഴാണ് മോളെ ലഭിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ റെഡിയാക്കപ്പെടുവാൻ ഇടയായി. 2-1 കാനൻ ലീലാമ്മ എന്നൊരു ദേവദാസി ഇങ്ങനെ ഒരു ആലോചന അതിനു മുമ്പ് പറയും, ഞാൻ കണ്ടില്ല, അല്ലാതെ എന്റെ ഭർത്താവിനോട് പറയുവാൻ ഇടയായി. കത്തി വെച്ചാൽ 2-1 ശേഷിക്കുകയുള്ളൂ എന്ന് ദൈവത്തോട് ലാസ്റ്റ് സകല പാപങ്ങളെ ഏറ്റുപറയത്തക്ക രീതിയിൽ ദൈവസന്നിധിയിൽ ആ സമയത്ത് കർത്താവെ കത്തി വെക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ പ്രസവവേദനയോടുകൂടി തന്നെ കുഞ്ഞിനെ ദൈവം നൽകി തന്നു. അതിനുശേഷം അനേക പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതം നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണെന്ന് വചനം പറയുന്നത് പോലെ തന്നെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള വചനം ഓർത്തു നോക്കുക. നിർദോഷിയായി നശിച്ചു പോയവൻ ആരെന്ന് വചനം ചോദിക്കുമ്പോൾ ആരും നിർദോഷിയായി നശിച്ചു പോകുന്നില്ലെന്നുള്ളത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് കർത്താവ് ഞങ്ങളെ നടത്തുമെന്നുള്ള ഒരു വിശ്വാസത്താൽ മുന്നോട്ട് പോയി. എങ്കിലും അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും നിലനിൽപ്പാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ട് സകലരും പഠിക്കുവാൻ തുടങ്ങി. നീ വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ടല്ലേ എന്റെ വീട്ടുകാർ, മറ്റുള്ളവരല്ല വീട്ടുകാർ, ഇതൊക്കെ നിനക്ക് സംഭവിച്ചില്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ നിലകളിലാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ പടക്കൊടുത്ത നേരെ പാഞ്ഞു ചെല്ലും എന്നുള്ള വചനമൊക്കെയും ഓർത്ത് ആ വചനത്തിലൊക്കെ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം ഇടയാക്കി. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ നമുക്ക് നിൽക്കുവാൻ പറ്റുന്നതല്ല. എങ്കിലും ദൈവം നടത്തി, നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നും ഏത് പ്രതിസന്ധികളിലും അത്ഭുത മന്ത്രിയായി ദൈവം അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി നിത്യപിതാവായി സമാധാന പ്രഭുവായി നമ്മളെ നടത്തുന്നത് ഓർത്താൽ നമുക്ക് എന്താ പറയുക, ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അങ്ങനെ എന്റെ മോൾക്ക് 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്കൊരു അസുഖമുണ്ട്, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു അസുഖം ഉണ്ടാകുവാൻ ഇടയായി. പെട്ടെന്ന് ഞാനിവിടെ ദുബായിയുടെ പ്രദേശത്ത് കടന്നു വരുവാൻ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഈ സമയമൊന്നും അതിന് മതിയാകത്തില്ല എന്റെ സാക്ഷ്യം പറയുവാൻ. അവിടെ നിന്ന് ഈ പ്രതിസന്ധികളിലെല്ലാം ദൈവം കൂടെ
കൂടെ ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു എന്ത് പറഞ്ഞ, പൊട്ടക്കിണറ്റിൽ നമ്മെ വലിച്ചെറിഞ്ഞാലും ദൈവത്തിന്റെ ശബ്ദം എന്ത് പറഞ്ഞ, ആ കാരാഗ്രഹത്തിൽ നമ്മൾ വീണാലും, കാരാഗ്രഹത്തിൽ സിംഹക്കുഴിയിൽ വീണാലും അവിടെ നിന്ന് എന്ത് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി തന്നു. നാം വിശ്വാസത്താൽ കഴിയുന്ന ഓരോ നിമിഷത്തിലും നമ്മളെ തീച്ചുളയിൽ വലിച്ചെറിഞ്ഞാലും, പെരുവെള്ളത്തിന് മീതെ നടന്നാലും, തീയിൽ എറിയപ്പെട്ട എവിടെയും നാലാമനായി കടന്നു വന്ന് നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഇടയായി. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ആ എക്സാം ടൈമിനോട് അടുത്തായിരുന്നു. ഡിസംബറിലായിരുന്നു. മാർച്ചിലെ എക്സാം ആണ്, മെയിൻ എക്സാം വരുന്നു. പക്ഷെ ഡിസംബറിൽ ഉണ്ടായ അസുഖത്തോടനുബന്ധിച്ച് ബിലീവേഴ്സ് ഹോസ്പിറ്റലും അമൃത ഹോസ്പിറ്റലും ഒക്കെ ആയി അവൾ ആയിരിക്കാനിടയായി. എങ്കിലും ദേവദാസന്മാരുടെ ഇവിടെ ആയിരുന്ന ദേവദാസിയോട് ചെന്ന് പ്രാർത്ഥിക്കുകയും അവളുടെ ദേഹത്ത് നിന്ന് എന്തോ ഉരുണ്ടു പോകുന്നതായി അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു എന്ന് അവളൊരു ബന്ധക്കോസ് പാരമ്പര്യമൊന്നുമില്ല, അവൾക്ക് IPCയിലാണ് അവൾ പോകുന്നതൊക്കെ. അവൾക്ക് അങ്ങനൊന്നും ഒരു സംഭവമൊക്കെ അറിഞ്ഞുകൂടാ. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു സംഭവിച്ചതായി അവൾ പറഞ്ഞു. അന്നതിന് ശേഷം ആ അസുഖത്തിന് മരുന്നെടുക്കുന്നില്ല എന്ന് അവൾ സ്വയം ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അവൾ തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞു, മോനെ സാരമില്ല, മരുന്നെടുക്കുക. ഇല്ല, എന്റെ യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തരുന്ന ദൈവം എന്റെ യേശുപ്പച്ചനാണെന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ ഒരു ഹിന്ദു ഡോക്ടറോട് അവളുടെ സാക്ഷ്യം പറഞ്ഞ ആ ഡോക്ടർ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഒരു മരുന്ന് പോലും അവൾക്ക് ഉപയോഗിക്കപ്പെട്ടില്ല. അവളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചില്ല. എങ്കിലും അവൾ ദൈവസന്നിധിയിലെടുത്ത തീരുമാനപ്രകാരം അവളോട് എക്സാം എഴുതണ്ട, സ്ട്രെയിൻ ചെയ്യേണ്ട, എക്സാം എഴുതണ്ട, പിന്നെ ഉറക്കിളക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവൾ 12ാം ക്ലാസ് എക്സാം എഴുതുകയും ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യം, ഇന്ന് കുഞ്ഞ് മെഡിസിന് അസർബൈജാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഈ ലോകപ്രകാരം നോക്കിയാൽ ഇതൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ വിശ്വാസത്താൽ വിശ്വാസം എന്നതോ ആശിക്കുന്ന എന്നോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമായിരിക്കുക. ആ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം നമുക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടുള്ള, ഒരു ചെവി കേട്ടിട്ടുള്ള, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വചനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മളെ സിംഹക്കുട്ടിയിലിട്ടാൽ അവിടെ സിംഹത്തിന് വായടച്ച് നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, ഏത് പ്രതിസന്ധിയിലായാലും ഏത് ഇതിലായാലും ഞാൻ ആരെ വിശ്വസിക്കുന്നു അവന്റെ അന്ത്യത്തോളം ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ വിശ്വസിക്കുന്ന, ആകാശവും ഭൂമി ഉണ്ടാക്കിയ, ആകാശവും ഭൂമി മാറിപ്പോയാലും മാറാത്തൊരു ദൈവത്തെയാണ് നമുക്ക് പരീക്ഷ നമ്മൾ വിളിക്കുന്നതെന്ന് കണ്ടറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചു. നമുക്ക് സഹിക്കുന്നതിന് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നമുക്കത് സഹിക്കാൻ കഴിയണമെന്ന് പരീക്ഷയോടുകൂടി നീക്കുപോക്കും ഉണ്ടാക്കി തരുന്ന ഒരു ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ മോളുടെ ജീവിതത്തിലൊക്കെ തിരിച്ചറിയുവാൻ നമ്മെ സാധിച്ചു. നമ്മെ തോൽപ്പിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ദൈവവചനം പറയുന്ന യേശുവിനോടൊന്ന് പറഞ്ഞാൽ മതി, യേശുവിനെ ഒന്ന് വിളിച്ചാൽ മതി, ജീവകാലത്തൊക്കെ നമ്മോട് കൂടെ ഇരിക്കും. ഒരു മനുഷ്യനും നമുക്കെതിരെ നിൽക്കത്തില്ല ജീവകാലം. ഒരു മനുഷ്യനും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരും എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എത്രയേ ഉള്ളൂ നിരൂപണങ്ങൾ യഹോവയുടെ അരുളപ്പാടുന്ന വചനം. ആ വചനത്തിൽ നമ്മൾ ആശ്രയിച്ച് മുന്നേറിയാൽ ഏത് പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചാൽ, എന്റെ സാക്ഷ്യം എനിക്ക് ഇത് വളരെ ചുരുക്കിയാണ് ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നുമല്ല, ഇതിലും ഉപരിയായി. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ കർത്താവിൽ ഓർത്തു നോക്കുക, നിർദോഷിയെ നശിച്ചു പോയവൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഈ ചോദ്യങ്ങൾ ദൈവത്താൽ അസാധ്യമായത് വല്ലതും ഉണ്ടോ? ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടുപ്പാൻ സാധ്യമല്ല. ഈ ദുബായിയുടെ പ്രദേശത്ത് ഞാൻ ഇന്ന് ആയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെ അവിടുത്തെ എന്നേക്കുള്ളതെന്ന് വചനം പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ച് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതെ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് ഇത്രത്തോളം സമയം തന്ന ദേവദാസനോടും സഭയോടും എന്നെ ശ്രവിച്ചവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോസി സഹോദരൻ പ്രാർത്ഥിച്ച് സുനിൽകുമാർ പാസ്റ്റർ ആശീർവാദം പറയുന്നതാണ്. നമുക്ക് ഇന്ന് പ്രിയമുള്ളവരെ, വളരെ ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യമാണല്ലോ നമ്മൾ കേട്ടത്.
ആ സഹോദരി ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവം ഇല്ല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിലൊക്കെയാണ് വളർന്നു വന്നതെങ്കിലും ദൈവം മുന്നമേ കണ്ടു. അയർമയ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു, അല്ലെ ലോകസ്ഥാപനം മുതൽ തന്നെ നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസി ആ സാഹചര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായി പോകാൻ ആഗ്രഹിച്ചെങ്കിലും കർത്താവ് തക്ക സമയത്ത് വിളിച്ച് പല സാഹചര്യങ്ങളിൽ കൂടെ അതിശയകരമായിട്ട് കർത്താവ് നടത്തിയ ആ വഴികളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കർത്താവിൻ്റെ ദാസി ആ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഒരു പുതിയ അനുഭവമാണ്. ഈ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല എങ്കിൽ തന്നെയും അപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്, എനിക്കിത് സത്യമാണെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കുന്നെങ്കിൽ മാത്രമേ ഈ സാഹചര്യങ്ങളെ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനായിട്ട് സാധിച്ചല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിച്ച് 5 വർഷം കാത്തിരുന്നിട്ടൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെന്നൊക്കെ, ആ അഭിഷേകം ലഭിച്ചതെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസ ഹൃദയത്തിൻ്റെ ആ നിഷ്കളങ്കതയിൽ നിന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ശക്തി ലഭിച്ചല്ലോ. ആ കർത്താവ് പറഞ്ഞത് തന്നെയാണല്ലോ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് എത്ര അധികമായിട്ട് നൽകും. ആ കർത്താവിൻ്റെ ദാസി ആ പാതയിലൂടെയൊക്കെ പോയപ്പോൾ ആ മകളും അത് കണ്ട് പഠിച്ച ആ മകളും പറഞ്ഞത്, എനിക്ക് എന്ത് അസുഖമാണെങ്കിലും എനിക്ക് മരുന്ന് വേണ്ട, വിശ്വാസത്താൽ എനിക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നവരായ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്താൽ മറിയയോട് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണ്? മറിയയോട് പറഞ്ഞ്, ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യവുമുണ്ടോ? മനുഷ്യർക്ക് അസാധ്യമാണെന്ന് തോന്നും, എന്നാൽ ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യവുമുണ്ടോ? പ്രിയമുള്ളവരെ, ആ വിശ്വാസത്താൽ എത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവിൻ്റെ ദാസിക്ക് സാധിച്ചു. എന്നാൽ പ്രതികൂലങ്ങളൊക്കെ ധാരാളം നമ്മൾ കേട്ടല്ലോ. ആ പിതാവ് ഒക്കെ വളരെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ചു. എന്നാൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെ ആയി തീർന്നെങ്കിലും കർത്താവ് അതിൽ നിന്നൊക്കെ രക്ഷിച്ച് സൗഖ്യത്തോടുകൂടെ ഇന്ന് ആ ക്ഷേമത്തോടുകൂടെയൊക്കെ ആയിരിക്കാൻ, ആ കർത്താവിൻ്റെ ശക്തിയൊക്കെ അനുഭവിപ്പാൻ ഇന്ന് സാധിക്കുന്നല്ലോ. ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം കർത്താവ് ധാരാളമായിട്ട് ആ സഹോദരിയെ സഹായിക്കട്ടെ, കുടുംബത്തെ സഹായിക്കട്ടെ. മകൾ അസർബൈജാനിൽ മെഡിസിന് പഠിക്കുകയാണെന്ന് കേട്ടല്ലോ. ഇന്നലെ നമ്മൾ കേട്ടു, അസർബൈജാനിലെ ഒരു ഫ്ലൈറ്റ് റഷ്യയുടെ മിസൈൽ കൊണ്ട് തകർന്നു പോയി. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആ സംഘടനക്കാരൻ പറയുന്ന പോലെ എൻ്റെ വലതുവശത്ത് 1000 പേരും ഇടതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് എന്നോട് അടുത്ത് വരികയില്ല. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കർത്താവിനെ എന്നെ അവൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നു എന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസിയും കുടുംബത്തെയും ഈ ദിവസങ്ങൾ കർത്താവ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സഹായിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും സന്തോഷവും പ്രകാശിപ്പിക്കുന്നു. ആ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.